നമസ്കാരം. തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒറ്റ ചവിട്ടിന് വീഴ്ത്തിയിട്ടുണ്ടെന്ന് അവകാശപ്പെട്ടയാളാണ് KPCC അധ്യക്ഷൻ കെ സുധാകരൻ MP. ഇപ്പോൾ കുറച്ച് ചെമ്പ് തകിടുകൾ കണ്ടപ്പോഴേക്കും പേടിച്ചു. ഉയിര് പോകാത്തത് ഭാഗ്യം കൊണ്ടാണ് എന്ന് നെഞ്ചിൽ കൈവച്ചു. അത് കേട്ടുനിന്ന കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുകയാണ്, എനിക്ക് കൂടോത്രത്തെ പേടിയാണ്, ശരിക്കും സൂക്ഷിക്കണമെന്ന്. ആരെയും പേടിക്കാതിരിക്കാൻ അവകാശമുള്ളതുപോലെ ആരെയും പേടിക്കാനും MP-മാർക്കും KPCC അധ്യക്ഷനും വരെ അവകാശമുണ്ട്. പക്ഷേ ബോംബും വടിവാളും കുറുവടിയും ലാത്തിയും തോക്കും ഉൾപ്പെട്ട കേസുകളിലെല്ലാം ഒരു കാലത്ത് പ്രതിയായ ആളാണ് കെ സുധാകരൻ. ആ സുധാകരൻ മഞ്ഞളും കുങ്കുമവും കളഭവും തേച്ച ചെമ്പ് രൂപങ്ങളാൽ ഉയിര് പോകുമെന്ന് ഭയക്കുകയാണ്. ഏത് നൂറ്റാണ്ടിലാണ് നമ്മുടെ സമൂഹം ഇപ്പോൾ വന്നു നിൽക്കുന്നത്? സ്പോട്ട്ലൈറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എന്നു മുതലാണ് കോൺഗ്രസുകാർ കൂടോത്രത്തെ ഭയക്കാൻ തുടങ്ങിയത് എന്ന് ചോദിച്ചാൽ അതിന് രേഖപ്പെടുത്തപ്പെട്ട കൃത്യമായ ചരിത്രമുണ്ട്. ഇന്ത്യ സ്വതന്ത്രയാകുമ്പോൾ രാജ്യം ഭരിച്ചതും കോൺഗ്രസിനെ നയിച്ചതുമായ ജവഹർലാൽ നെഹ്റു അറിയപ്പെടുന്ന യുക്തിവാദിയായിരുന്നു. ദൈവവിശ്വാസി അല്ലെങ്കിലും വിശ്വാസികളോട് അദ്ദേഹം വിമുഖത കാണിച്ചിട്ടില്ല. 1948 ബാബറി മസ്ജിദിൽ വിഗ്രഹം പ്രത്യക്ഷപ്പെട്ടു എന്ന് പ്രഖ്യാപിച്ച് ആരാധന തുടങ്ങിയത് അന്നത്തെ ഫൈസാബാദ് കളക്ടർ ആയിരുന്ന മലയാളിയായ KK നായരുടെ ജീവിത പങ്കാളി ശകുന്തള നായരാണ്. പ്രാർത്ഥിക്കുന്നവരെ ഒഴിപ്പിക്കാൻ ജില്ലാ കളക്ടർ തയ്യാറായില്ല. അതോടെ കളക്ടറെയും വിഗ്രഹത്തെയും എടുത്ത് സരയുവിൽ എറിയാനാണ് പ്രധാനമന്ത്രി നെഹ്റു ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി GB പന്തിനോട് ആവശ്യപ്പെട്ടത്. കൂടോത്രത്തെയല്ല, ആരാധിച്ച വിഗ്രഹത്തെ തന്നെയാണ് രാഷ്ട്രീയത്തിൽ നിന്ന് എടുത്ത് നെഹ്റു അന്ന് പുഴയിൽ കളഞ്ഞത്. രാഷ്ട്രീയത്തിൽ നിന്ന് ഇന്ന് ഏതായാലും വിശ്വാസത്തെ എടുത്തു കളയാൻ കഴിയില്ല. അത് അത്രമാത്രം ബന്ധിക്കപ്പെട്ടു കഴിഞ്ഞു. കമ്മ്യൂണിസ്റ്റുകൾ പോലും വിശ്വാസികളെ സ്വാഗതം ചെയ്യുന്ന കാലമാണ്. എന്നാൽ അന്ധവിശ്വാസത്തെ രാഷ്ട്രീയവുമായി ബന്ധിപ്പിച്ച് എത്ര കാലം നമ്മൾ മുന്നോട്ടു പോകും? ജവഹർലാൽ നെഹ്റുവിന്റെ കാലശേഷം വന്ന ലാൽ ബഹദൂർ ശാസ്ത്രി രാഷ്ട്രീയത്തിലുള്ള കാലത്തോളം മതത്തെ തന്നിലേക്ക് അടുപ്പിക്കില്ല എന്ന് പ്രഖ്യാപിച്ചയാളാണ്. എന്നാൽ പിന്നാലെ വന്ന ഇന്ദിരാഗാന്ധിയുടെ കാലത്തോ? സ്കൂളിൽ ഇന്ദിരയ്ക്ക് 2 വർഷം മുമ്പ് പഠിച്ച, പിന്നീട് ജീവിതകാലം മുഴുവൻ സഹയാത്രികയായ പുബുൽ ജേക്കർ എഴുതിയ ആത്മകഥയിൽ പറയുന്ന ഒരു സന്ദർഭമുണ്ട്. 1982 ഓഗസ്റ്റിലാണ് ഇന്ദിരാഗാന്ധിയുടെ മുറിയിൽ രാത്രി വൈകിയും വെളിച്ചം കണ്ട് ചെന്നതാണ് പുബുൽ. ഇന്ദിര കസേരയിൽ ഇരിക്കുകയാണ്. ഉറങ്ങിയില്ലേ എന്ന ചോദ്യത്തിന് 1 മാസമായി ഉറങ്ങിയിട്ട് എന്നായിരുന്നു ഇന്ദിരയുടെ മറുപടി. എന്താണ് കാര്യമെന്നും ഇന്ദിര തുടർന്ന് പറഞ്ഞു. കണ്ണടച്ചാൽ ഒരു വൃദ്ധയായ സ്ത്രീ എന്നെ കൊല്ലാനായി വരുന്നത് ഞാൻ കാണുകയാണ്. എന്നെ നശിപ്പിക്കാൻ താന്ത്രിക കർമ്മങ്ങളും കൂടോത്രവും നടക്കുന്നതായി രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ കിട്ടി. താന്ത്രിക് റിച്വൽസ് ആൻഡ് ബ്ലാക്ക് മാജിക് എന്നാണ് ഇന്ദിര ഉപയോഗിച്ച ആ വാക്ക്. 1982 ഓഗസ്റ്റ് ഇന്ദിരാഗാന്ധിയുടെ ജീവിതത്തിലെ ഏറ്റവും സംഘർഷഭരിതമായ കാലമായിരുന്നു. 1977 വമ്പൻ തോൽവിക്ക് ശേഷം തിരിച്ചു വരുന്നതിന്റെ ഭാഗമായി പഞ്ചാബിൽ ഭിന്ദ്രൻവാലയെ വരെ കോൺഗ്രസിൽ ചേർത്ത കാലം. ആ ഭിന്ദ്രൻവാല കോൺഗ്രസ് വിട്ട് 200 സായുധ സൈനികരുമായി സുവർണ ക്ഷേത്രത്തിനടുത്തുള്ള ഗുരു നാനാക്ക് നിവാസ് കീഴടക്കി പ്രവർത്തനം തുടങ്ങി. അത് 1982 ജൂലൈയിലാണ്. ഭിന്ദ്രൻവാലയിൽ നിന്ന് വലിയ തിരിച്ചടികൾ ഉണ്ടാകുമെന്ന നിരവധി രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അത് അവഗണിച്ചു. 2 വർഷത്തിന് ശേഷം 1984 അതേ സംഘത്തെ സുവർണ ക്ഷേത്രത്തിൽ നിന്ന് ഒഴിപ്പിക്കാൻ നോക്കിയത്. അതിന് തിരിച്ചടിയായി അതേ ഭിന്ദ്രൻവാല ആയുധം കൊടുത്ത് പരിശീലിപ്പിച്ചവർ തന്നെയാണ് ഇന്ദിരാഗാന്ധിയെ വധിച്ചത്. 2 വർഷം മുമ്പ് ഭിന്ദ്രൻവാലയെ ഭയക്കണം എന്ന റിപ്പോർട്ടിനേക്കാൾ ഇന്ദിര ഭയന്നത് കൂടോത്രവും താന്ത്രികവും നടക്കുന്നു എന്ന റിപ്പോർട്ടിനെയാണ്. രാഷ്ട്രീയത്തിലും ജീവിതത്തിലും ഉണ്ടാകുന്ന തിരിച്ചടികൾ ഭൗതികമായ ജീവനുള്ള കാരണങ്ങൾ കൊണ്ടാണ് എന്ന തിരിച്ചറിവ് ഇല്ലാതെ വരുമ്പോഴാണ് ചെമ്പുതകിടിൽ കോറിയിടുന്ന കലാരൂപങ്ങളെ പോലും ഭയക്കാൻ തുടങ്ങുന്നത്.
കേരളത്തിലെ കോൺഗ്രസിൽ കൂടോത്രം ആദ്യമല്ല. KPCC അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞ VM സുധീരൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഒരു പൊതിക്കെട്ട് കൊടുത്തു. 8 എണ്ണം അവഗണിച്ചു. 9ാമത്തെ കൂടോത്രം കിട്ടിയതോടെയാണ് പരാതി നൽകുന്നത് എന്നാണ് പറഞ്ഞത്. തമാശയായിട്ടേ കാണുന്നുള്ളൂവെന്നും സുധീരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. അന്ന് താന്ത്രികനുമായി എത്തി സുധീരന്റെ വീട്ടിലെ കൂടോത്രം കണ്ടെടുത്തത് രാജ്മോഹൻ ഉണ്ണിത്താനായിരുന്നു. KPCC അധ്യക്ഷൻ K സുധാകരന്റെ വീട്ടിലെ കൂടോത്രം കണ്ടെടുക്കുമ്പോഴും രാജ്മോഹൻ ഉണ്ണിത്താൻ ഒപ്പമുണ്ട്. കാസർഗോഡ് കോൺഗ്രസിൽ നിന്ന് പുറത്തുപോയ ബാലകൃഷ്ണൻ പെരിയയുടെ വീട്ടിൽ നിന്നും കൂടോത്രം കണ്ടെത്തിയപ്പോഴും ഇതുപോലെ ചില സംശയങ്ങൾ ഉണ്ടായി. മാണി എന്ന മാരണം എന്ന തലക്കെട്ടിൽ വീക്ഷണം ദിനപത്രം KM മാണിയെക്കുറിച്ച് എഴുതിയത് കൂടോത്രം നൽകി കോൺഗ്രസ് നേതാക്കളെ ചതിക്കുന്നയാൾ എന്നാണ്. കാഞ്ഞങ്ങാട് DYFIയുടെ ബോർഡിന് താഴെ കോഴിത്തലയും മുട്ടയും തെച്ചിപ്പൂക്കളും കണ്ടപ്പോൾ DYFIക്കാർ പറഞ്ഞതും കൂടോത്രം കണ്ടെത്തി എന്നാണ്. ഒരു കോഴിത്തലയും മുട്ടയും കുറച്ച് പൂവും ഉണ്ടായിരുന്നു എന്നല്ല വാർത്ത വന്നത്. മാലദ്വീപ് പ്രസിഡന്റിനെ വശീകരിക്കാൻ കൂടോത്രം നടത്തിയതിന് മന്ത്രിമാരായ ദമ്പതികളെ പുറത്താക്കിയത് കഴിഞ്ഞ മാസമാണ്. KPCC അധ്യക്ഷന്റെ വീട്ടിൽ നടന്ന കൂടോത്രം ഉയിര് കളയാനാണോ ഉയിരിനെ പോലെ സ്നേഹിക്കാനാണോ എന്ന് ആർക്കറിയാം? അത് സ്നേഹിക്കാൻ ഏതെങ്കിലും കോൺഗ്രസ് അനുയായികൾ ചെയ്തതാകാം എന്ന് വിശ്വസിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഇപ്പോൾ നാട്ടിലുള്ളൂ. കുന്നത്തൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന ഉല്ലാസ് കോവൂരിന്റെ വീട്ടിൽ നിന്ന് ഒരു വശത്ത് ശത്രു എന്നും മറുവശത്ത് ഓം എന്നും എഴുതിയ മുട്ടയും ചുവന്ന നൂലും നാരങ്ങയും കണ്ടെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടിയുണ്ട്. ഏപ്രിൽ 1 വരികയല്ലേ, ഫൂളാക്കാമെന്ന് കരുതിയിട്ടുണ്ടാകും എന്നായിരുന്നു അത്. KPCC അധ്യക്ഷൻ കൂടോത്രത്താന്മാരിൽ നിന്നല്ല, കോവൂരിനെ പോലെ ഉല്ലാസവാന്മാരിൽ നിന്നാണ് ഉപദേശം തേടേണ്ടത് എന്ന് മാത്രം പറഞ്ഞ് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് അവസാനിപ്പിക്കുന്നു. നാളെ മറ്റൊരു വിഷയവുമായി. നമസ്കാരം.